ഇടുന്ന വേഷത്തിലും മഹാവിഷ്ണുമൂർത്തിയുടെ പാരായണങ്ങൾ തന്നെയല്ലേ അല്ലേ? അപ്പോൾ നാവിനകത്ത് സരസ്വതി വിളിയാട്ടം തന്നിട്ടുണ്ട്. ഞാൻ നിനക്ക് ജനിക്കുമ്പോൾ തന്നെ ആലയത്തിനകത്ത് ലക്ഷ്മി വിളിയാട്ടം തന്നിട്ടുണ്ട്. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമി സ്പർശനം ചെയ്താൽ എന്തെല്ലാം ചെയ്യണം, എവിടെയെല്ലാം സഞ്ചരിക്കണം, എന്തെല്ലാം വേഷങ്ങൾ കെട്ടണം ജീവിക്കാൻ വേണ്ടി, ആ വേഷങ്ങളല്ലേ നീ ഇപ്പോൾ കിട്ടുന്നത്? ഇല്ലേ സുള്ളിയോടെ എവിടാ? ജീവിക്കാൻ വേണ്ടിയുള്ള വേഷങ്ങളല്ലേ കെട്ടുന്നത് അല്ലേ? അതിലെവിടെയെല്ലാം ഉണ്ട് മഹാവിഷ്ണുമൂർത്തി? എല്ലാ സ്ഥലങ്ങളിലും മഹാവിഷ്ണുമൂർത്തി ഇല്ലേ? മഹാവിഷ്ണുമൂർത്തി ഇല്ലാത്ത ഇടങ്ങളുണ്ടോ, നിലങ്ങളുണ്ടോ? മഹാവിഷ്ണുമൂർത്തിയെ ഒരു ദിവസം 100 പ്രാവശ്യം വിളിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിനക്ക്? മഹാവിഷ്ണുമൂർത്തി അങ്ങനെ ഇരിക്കുന്നതായ ധർമ്മദീപം അല്ലേ? അങ്ങനെ ഇരിക്കുന്നതായ ധർമ്മദീപം നമ്മളെ ചാടാതെ കൊണ്ടുപോരണം. ഉപാസനാമൂർത്തിയും ആ ഉപാസനാമൂർത്തിയെ നമ്മളെ ചാടാതെ കൊണ്ടുപോരണം. പുറകജൻ അങ്ങനെ ഇരിക്കുന്നതായ പരമപദത്തിങ്കിൽ നിന്നുകൊണ്ട് മഹത്തരമായ ഉപാസനാമൂർത്തി ഇല്ലേ നിനക്ക്? അടുക്കളത്തേക്കും ദൂരത്തേക്കും ഒരു തീയമ്പ് എന്നതുപോലെ മഹാവിഷ്ണുമൂർത്തിയുടെ പാദസ്പർശനമേറ്റ പുണ്യഭൂമിയിൽ വന്നിട്ട് പാതാരവിന്ദം തൊട്ട് നമിക്കുമ്പോൾ പല നാളും വരുന്നതായ ദോഷങ്ങൾക്കെല്ലാം വിഭാവനമായ ചൈതന്യം. കല്ലിക്കുണ്ടി ഓടന്മാരെ, കല്ലിക്കുണ്ടി ഓടാ.